ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം Q4 റിസൾട്ട് പ്രസിദ്ധീകരിച്ച രണ്ട് പ്രധാന സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്ന് സുസ്ലോൺ എനർജി, മറ്റൊന്ന് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് അഥവാ RVNL. ഇപ്പോൾ സുസ്ലോണിൻ്റെ റിസൾട്ട് നമ്മൾ ഒറ്റവട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സുസ്ലോണിൻ്റെ വരുമാനത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും ടാക്സ് ആനുകൂല്യങ്ങളുടെ ഒരു കുറവ് മൂലം നെറ്റ് പ്രോഫിറ്റ് വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സുസ്ലോണിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കാണുന്നത് 1114 കോടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 5.7% ആണ് കുറഞ്ഞിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ക്വാർട്ടർ ഓൺ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 150% വർധന ഉണ്ടായിട്ടുണ്ട്. ഇനി റവന്യൂ നോക്കുകയാണെങ്കിൽ 5468 കോടിയുടെ റവന്യൂ ഉണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 45% വർധനമാണ്. അപ്പോൾ വരുമാനത്തിൽ അതിശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ 18.4 എന്ന ലെവലിൽ നിന്നും 17.6 കുറഞ്ഞിട്ടുണ്ട്. കമ്പനി സംബന്ധിച്ചിടത്തോളം തങ്ങളെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വാർഷിക നേട്ടമാണ് ഈ പ്രൊഡക്റ്റ് ഡെലിവറിയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് 2456 മെഗാവാട്ട് ഡെലിവറിയാണ് ഇവർ കഴിഞ്ഞ സാമ്പത്തിക വർഷം കൈവരിച്ചത്. അപ്പോൾ ഈ സുസ്ലോണിൻ്റെ ബിസിനസ് വളർച്ചയും ഓർഡർ ബുക്കും ശക്തമാണെങ്കിലും ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു 6% വിടിവ് യഥാർത്ഥത്തിൽ അത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ കമ്പനിക്ക് വലിയ തോതിലുള്ള നികുതി ഇളവുകളും അതുപോലെ തന്നെ എക്സെപ്ഷണൽ ഗെയിൻസും, അതായത് വൺ ടൈം ഗെയിൻ ആയിട്ടും ചില വരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം കഴിഞ്ഞ വർഷം വലിയ തോതിലുള്ള നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നെറ്റ് പ്രോഫിറ്റിനെ അത് ബാധിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കമ്പനിയുടെ ഓപ്പറേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നഷ്ടമല്ല, മറിച്ച് ഇപ്പോൾ ഫൈനാൻഷ്യൽ ബുക്കുകളിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വരുമാനം 45% ഉയർന്നപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റോ മെറ്റീരിയൽ വിലയും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് എക്സ്പെൻസുകളും ഇവരുടെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇവരുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്ന 18 നിന്നും 17 കുറയാൻ കാരണമായിട്ടുണ്ട്. എങ്കിൽ പോലും ഓവറോൾ ആ കമ്പനിയുടെ ഓർഡർ ബുക്കും മറ്റും ശക്തമായതിനാൽ ഇന്ന് മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് അത്യാവശ്യം 1% ഒരു ഗെയിൻ നേടിയതായിട്ട് കാണാം. നമുക്കറിയാം സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് 2015 17,000 കോടി കടബാധ്യതകളുണ്ടായ ഒരു കമ്പനിയാണ്. പിന്നീട് ആ കടം കുറച്ച് കൊണ്ടുവന്ന് ഒരു 0 ഡെറ്റ് കമ്പനിയായിട്ട് കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കടം കുറച്ചു കൊണ്ടുവന്നത് പ്രൊമോട്ടർ ഷെയറുകളൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ടാണ്. നിലവിലുള്ള ഇവരുടെ കടം ഇപ്പോഴും 556. എന്നാൽ അത് കഴിഞ്ഞ 2 വർഷത്തെ കടവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ 2024 ഫൈനാൻഷ്യൽ ഇയറിൽ 150 കോടിയാണെങ്കിൽ 2025 ഫൈനാൻഷ്യൽ ഇയറിൽ അത് 323 കോടിയായിരുന്നു. ഇപ്പോൾ അത് 556 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.06 എന്ന ലെവലുള്ളത് കൊണ്ട് തന്നെ ഇതൊരു വലിയ കടമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അതേപോലെ കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിങ് ഇപ്പോഴും വളരെ ലോ ലെവലാണുള്ളത്. അതിൽ യാതൊരുവിധ ഇമ്പ്രൂവ് ഉണ്ടായിട്ടില്ല. കാരണം സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഹിസ്റ്റോറിക്കലി ആയിട്ടുള്ള ഈ കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഇപ്പോൾ അവർ പരിഹരിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ യാതൊരുവിധ റിസ്ക് ഫാക്ടറും ഇല്ല. കൂടാതെ ഇതിൻ്റെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണ്. കാരണം ഈ 2030 500 ഗിഗാവാട്ട് റിന്യൂവബിൾ എനർജിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതിൽ വിൻഡ് എനർജി ഈ ഒരു വിഭാഗത്തിൽ ഏകദേശം 30% മാർക്കറ്റ് ഷെയർ ഇപ്പോഴും സുസ്ലോണിലുണ്ട്. കൂടാതെ ഇപ്പോൾ അവരുടെ 2 മെഗാവാട്ട് റേഞ്ചിനുള്ള ടർബൈനുകൾ മാറിയിട്ട് കൂടുതൽ ലാഭം ക്രിയേറ്റ് ചെയ്യുന്ന 3 മെഗാവാട്ട് ടർബൈനുകളിലേക്ക് അവരുടെ ബിസിനസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പല ബ്രോക്കറേജുകളും ഇപ്പോൾ UBS, ഇൻവെസ്റ്റെക്, സെൻട്രം തുടങ്ങിയ പ്രമുഖ ബ്രോക്കറേജുകൾ 65 മുതൽ 75 വരെ ഇതിൻ്റെ ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് ബൈ റേറ്റിംഗ് കൊടുത്തതായിട്ട് കാണാം. അപ്പോൾ സുസ്ലോൺ എനർജിയുടെ ആ ഒരു പ്രോസ്പെക്ട്സ് ഫ്യൂച്ചർ സാധ്യതകൾ ഇപ്പോഴും ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് തുടരുന്നതിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി RVNLലേക്ക് വന്നാൽ അവരുടെ വരുമാനത്തിൽ വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും ചെലവുകൾ വലിയ തോതിൽ വർദ്ധിച്ചതിനെ തുടർന്ന് ലാഭത്തിൽ വമ്പിച്ച ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ വളരെ താഴെയാണ്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാണുന്നത് 187 കോടിയാണ്. അപ്പോൾ മുൻ വർഷം ഇതേ ക്വാർട്ടറിൽ 455 കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 59% ഒരു കുറവാണത്. കൂടാതെ റവന്യൂ 6695 കോടിയാണ്. അത് മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഒരു 4% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരുടെ എബിറ്റ മാർജിൻ അത് 6.8% നിന്നും 4% ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും RVNLൻ്റെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശം റിസൾട്ടാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ഇതിനോട് വളരെ നെഗറ്റീവായിട്ട് പ്രതികരിച്ചതായിട്ട് കാണാം. അപ്പോൾ RVNL സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിനായിട്ട് മെറ്റീരിയൽ വാങ്ങുന്നതിനും അതേപോലെ തന്നെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ തുകയും ചെലവഴിക്കേണ്ടി വരുന്നതാണ് ഇവരുടെ ചെലവുകൾ വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്.
കൂടാതെ കമ്പനി നടപ്പിലാക്കിയിട്ടുള്ള പ്രൊജക്റ്റുകൾ പലതും ലോ മാർജിൻ സെഗ്മെൻറ്റിലുള്ള പ്രൊജക്റ്റുകളാണ്. ഇതാണ് ഇവരുടെ എബിറ്റ മാർജിൻ കുറയാൻ കാരണമായിട്ടുള്ളത്. കൂടാതെ ഈ സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവായിരുന്നു. അപ്പോൾ അത് മാർക്കറ്റിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ വരുമാനം 4% വർദ്ധിച്ചെങ്കിലും അതൊന്നും ലാഭമാക്കി മാറ്റാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു എക്സ്പാൻഷനും വന്ദേ ഭാരത് മെട്രോ പ്രോജക്റ്റുകൾ, റെയിൽവേ ട്രാക്ക് ഇരട്ടിപ്പിക്കൽ, ഇതൊക്കെ അതിവേഗം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രൊജക്റ്റുകളൊക്കെ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട സർക്കാർ കമ്പനിയാണ് RVNL. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും വലിയ ഓർഡറുകൾ ഇനിയും കമ്പനിക്ക് ലഭിക്കും. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ആശങ്കയായി നിൽക്കുന്നത് അതിൻ്റെ വാല്യുവേഷനാണ്. അതാണ് മാർക്കറ്റിൽ ഇതിപ്പോൾ ഇടിയാനുള്ള പ്രധാന കാരണമായിട്ട് നിൽക്കുന്നതും ഈ ഒരു ഹൈ PE ആണ്. കൂടാതെ MSCI ഇൻഡെക്സിൽ നിന്നും RVNLനെ ഈ മാസം അവർ ഒഴിവാക്കിയതായിട്ട് കാണാം. ഇത് കാരണം സ്വാഭാവികമായിട്ടും പല ഗ്ലോബൽ ഫണ്ടുകളും ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടാവും. അതും ഈ സ്റ്റോക്കിനെ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റെയിൽവേ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ലോങ് ടേമിലേക്ക് അതിൻ്റെ വളർച്ചയെക്കുറിച്ച് വളരെ കോൺഫിഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും പല ബ്രോക്കറേജുകളും ഇതിന് കൊടുത്തിട്ടുള്ള ടാർഗറ്റ് പ്രൈസ് ആയിട്ടുള്ള 450, 460 എന്ന ലെവൽ ലക്ഷ്യമാക്കിയിട്ട് ഇത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഏതായാലും RVNL സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടേം ബിയറിഷ് ട്രെൻഡ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അവിടെ തീർച്ചയായിട്ടും കറക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ പ്രോഫിറ്റിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് സെല് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇടിയുമ്പോൾ വീണ്ടും വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജി. അതുപോലെ അടുത്ത 2 ക്വാർട്ടറുകൾ കൂടി നിരീക്ഷിച്ചുകൊണ്ട് ഇതിലൊരു ലോങ് ടേം ഹോൾഡിംഗ് തുടരണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഏതായാലും ഗവൺമെൻറ്റിൻ്റെ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാപ്പക്സിനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ടായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ ഭാവി. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.